കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ്. സുഭാഷേട്ടന് സുനന്ദ എന്ന് വെച്ച ജീവനാണ്. അതുപോലെ തന്നെ സുനന്ദയ്ക്കും തിരിച്ചും ഇഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണമെന്നായിരിക്കും നിധിയുടെ തീരുമാനം. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവരെ തമ്മിൽ അടുപ്പിക്കാൻ നിധിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വലിയ വിഷമത്തിലായിരുന്നു നിധി. സുഭാഷേട്ടന് വേണ്ടിയിട്ട് വേറെ കുറേ ആലോചനകളൊക്കെ കൊണ്ടുവന്ന് നോക്കി. പക്ഷേ അതൊന്നും അങ്ങ് സെറ്റാവുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒടുവിൽ സുനന്ദയെ നിധി കാണാൻ വീട്ടിലേക്ക് വരുന്നത്. സുനന്ദ വരുന്ന സമയത്ത് എല്ലാവരും അവളെ ചീത്ത പറയുന്നിട്ട് അവിടെ നിന്നും മാട്ടിവിടാനൊക്കെ നോക്കും. സുഭാഷ് പോലും വളരെ മോശം രീതിയിലായിരിക്കും പെരുമാറുന്നത്. നീ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറയും. സുഭാഷ് അങ്ങനെ പറയുന്നത് അവളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. സുനന്ദ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അമ്മായി അവളെ കുറേ അധികം ഉപദ്രവിക്കുമെന്ന കാര്യം സുഭാഷേട്ടന് നന്നായിട്ടറിയാം. പിന്നെ ഇവിടെ വന്ന പിന്നെ ഈ വീട്ടുകാർക്കും കൂടി അത് വലിയ പ്രശ്നമായിരിക്കും. തനിക്ക് മാത്രമല്ല തൻ്റെ അനുജന്മാർക്കും എല്ലാവർക്കും അത് വലിയ തലവേദനയാവുമെന്ന് കരുതിയിട്ടാണ് സുഭാഷേട്ടൻ അവളെ വഴക്ക് പറയുന്നത്. പോരാത്തതിന് ഭാസ്കരൻ അവിടെ കിടന്നങ്ങ് തുള്ളുന്നുണ്ട്. എടി നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? ഞങ്ങൾ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം. ഈ പടി ചവിട്ടിയാൽ നിന്റെ കാല് ഞാനങ്ങ് തല്ലിയൊടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ഭാസ്കരൻ ബഹളം വെക്കുന്നത്. ഓ, അവൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നു. ഞങ്ങൾക്ക് തന്ന പൊല്ലാപ്പുകൾ പോരാഞ്ഞിട്ട് ഇനി എൻ്റെ മകനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടാണോ നീ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കുറേ അധികം ദേഷ്യപ്പെടാണ് ഭാസ്കരൻ. സുനന്ദയാണെങ്കിൽ ഈ വാക്കൊക്കെ കേട്ടിട്ട് ആകെ തകർന്നു പോയി. അവളുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ നിധിക്ക് ശരിക്കും അവളുടെ ഹൃദയം നീറുന്നുണ്ടായിരുന്നു. പാവം, അവളുടെ മനസ്സിൽ ഇപ്പോഴും സുഭാഷേട്ടൻ മാത്രമാണുള്ളത്. അവളുടെ കല്യാണം വേറെ എവിടെയോ ഏകദേശം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ അവൾക്ക് ആ ഒരു ബന്ധത്തോട് ലേശം പോലും താല്പര്യമില്ല. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിന്നു കൊടുക്കുക എന്നത് എത്രമാത്രം വലിയ വേദനയാണെന്ന് നിധിക്ക് നന്നായിട്ടറിയാം. സൂര്യയുമായിട്ടുള്ള തൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഒടുവിൽ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്കന്ന് സുധീഷിനോടൊപ്പം തന്നെ ഇറങ്ങി വരേണ്ടി വന്ന ആ ഒരു ഗതികേടിനെ കുറിച്ചാണ് നിധി ചിന്തിച്ചത്. അതുപോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സുനന്ദ പെട്ടിരിക്കുന്നത്. വീട്ടുകാർക്കിടയിൽ ശരിക്കും അവളങ്ങ് പെട്ടുപോയി. സുഭാഷേട്ടനെ സുനന്ദയ്ക്ക് അത്രമാത്രം ഇഷ്ടമാണ് താനും. പക്ഷേ സുഭാഷേട്ടന് സുനന്ദയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനൊക്കെ പേടിയായിരിക്കും. തൻ്റെ അനുജന്മാരുടെ ഭാവി ഓർത്തുകൊണ്ട് മാത്രമാണ് സുഭാഷേട്ടൻ പിന്നോട്ട് വലിയുന്നത്. പിന്നീട് സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് കൊടുത്തിനെ നിധി സങ്കടം പറയുന്നുണ്ട്. എനിക്ക് ഒരല്പം കാര്യം സംസാരിക്കാനുണ്ട്, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാമെന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഇവൾ എന്തായിരിക്കും തന്നോട് ഇത്ര പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വിളിപ്പിച്ച് പറയുന്നത് എന്നാണ് സുധീഷ് ചിന്തിക്കുന്നത്. തന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് സുധീഷ് വല്ലാതെ വ്യാമോഹിച്ചു. അങ്ങനെ രണ്ടുപേരും കുറേ നേരമായിട്ട് പുറത്തു പോയിട്ട് പോലും നിധി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കുറേ കഴിഞ്ഞ ഉടനെ തന്നെ ഒടുവിൽ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, നീ എന്തിനാ എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പറയുമെന്ന് പറയും. എനിക്ക് സുഭാഷേട്ടൻ്റെ കാര്യമാണ് പറയാനുള്ളത് എന്ന് പറയാണ് നിധി. എന്ത് സുഭാഷേട്ടൻ്റെ കാര്യമോ? സുഭാഷേട്ടൻ്റെ കാര്യമെന്ന് ചോദിച്ച് സുധീഷ് അത്ഭുതപ്പെടുന്ന സമയത്ത് തന്നെ നിധി പറയുന്നുണ്ട്, അതെ, നമുക്ക് സുനന്ദയുടെയും സുഭാഷേട്ടൻ്റെ കല്യാണം അങ്ങ് നടത്തിയാലോ എന്നൊരൊറ്റ ചോദ്യം അങ്ങ് ചോദിക്കും. അത് കേട്ടതോടുകൂടി തന്നെ സുധീഷ് ആകെ ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയാണ് നിധി പറയുന്നത്? അവൻ ചോദിച്ചു. അതെ, അവരുടെ രണ്ടുപേരുടെയും വിവാഹം സുധീഷിന് എന്നോടൊപ്പം നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നിധി. ഞാനോ? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ ഈ പറയുന്നത്? നിധി പറയുന്നത്, ഞാൻ സുനന്ദയെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരാം. ആ സമയത്തിന് സുഭാഷേട്ടനെ കൂടിയിട്ട് സുധീഷ് അങ്ങോട്ടേക്ക് വന്നാൽ മതി. നമുക്കാരും അറിയാതെ അവരുടെ കല്യാണം അങ്ങ് നടത്താം. സുധീഷ് പറയുന്നത്, എന്താ നിധി, നിനക്ക് തലക്ക് വല്ല ഭ്രാന്തുമുണ്ടോ? ഇതെങ്ങാനും സുനന്ദയുടെ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പുകില്? വീട്ടിൽ അച്ഛനൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥയെ പറ്റിയിട്ട് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. നീ ആ സ്വപ്നം അങ്ങ് മാറ്റിവെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ സുധീഷ് നിധിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിധി പറയുന്നുണ്ട്, സുധീഷെ, നിനക്കറിയാലോ, ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ തല വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മരിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ കണ്ടില്ലേ, സുഭാഷേട്ടനെയാണ് സുനന്ദയ്ക്ക് ജീവനായിട്ടുള്ളത്. അവൾക്ക് മറ്റൊരു ബന്ധത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇങ്ങനൊരു വിവാഹം നടന്ന അവളുടെ ജീവിതം അധിക നാളൊന്നും മുന്നോട്ട് പോവില്ല. എൻ്റെ കാര്യം തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് ആ സൂര്യനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ സുധീഷിനോടൊപ്പം അവിടെ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ സുനന്ദയുടെ വിവാഹം ഇങ്ങനെ നടന്നാൽ അവൾക്കൊരിക്കലും ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇതുപോലൊരു സംഭവം പറ്റിയിട്ടുണ്ട്. ഇഷ്ടമില്ലാതെ വീട്ടുകാർ അവളുടെ കല്യാണം നടത്തിവിട്ടു. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരികെ വന്നു. അവളുടെ ജീവിതം അതോടുകൂടെ അങ്ങ് തകർന്നു പോയി. അവൾക്കൊരു നല്ല കാലം കൊടുക്കാൻ പിന്നീടൊരിക്കലും വീട്ടുകാർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ ഒരവസ്ഥ ഒരിക്കലും സുനന്ദക്കുണ്ടാവരുത്. പിന്നെ സുഭാഷേട്ടൻ്റെ കാര്യം, അയാൾ നമ്മളോടൊന്നും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ.
സുഭാഷേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും സുനന്ദ തന്നെയാണ്. അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണെന്നൊക്കെ ഇങ്ങനെ നിധി പറഞ്ഞ് സുധീഷിനെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, അതൊരിക്കലും ശരിയാവാൻ പോകുന്ന ബന്ധമല്ല നിധി, നീ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്ക പോലും വേണ്ട എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് ആകെ ദേഷ്യം വന്നു. നിധി കടുപ്പത്തിൽ തന്നെ ചോദിച്ചു, സുധീഷേ, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നീ കൂടെ വരുമോ? സുധീഷ് അന്നേരം ആകെ കുഴങ്ങിപ്പോയി. അത് പിന്നെ ഞാൻ എങ്ങനെയാ നിധി എന്നൊക്കെ അങ്ങനെ വിക്കി ചോദിക്കാണ് സുധീഷ്. അന്നേരം നിധി ചോദിച്ചു, അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരവുമില്ല എന്നാണോ നീ ഈ പറയുന്നത്? എന്ത് പരിഹാരം? ഇതിനൊരു സൊല്യൂഷനുമില്ലെന്ന് അവൻ തീർത്തും അങ്ങ് പറഞ്ഞു. നിധിക്ക് അന്നേരം ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് തന്നെ കാറിലേക്ക് അങ്ങ് ചാടിക്കയറി സുധീഷിനോട് ഈ ഒരു കാര്യം പറയുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും, അല്ലെങ്കിൽ അവൻ തൻ്റെ കൂടെ നിൽക്കുമെന്നായിരുന്നു നിധിയുടെ ഒരു പ്രതീക്ഷ. പക്ഷേ അവൻ ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ കൈയൊഴിയുന്നത് കണ്ടപ്പോൾ നിധിക്ക് വല്ലാതെ സങ്കടവും ദേഷ്യവും അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം നിധി ക്ഷേത്രത്തിലേക്ക് ചെന്നു. അവിടെ കുറച്ച് സമയം കാത്തു നിന്നപ്പോൾ സുനന്ദയും അങ്ങോട്ടേക്ക് എത്തി. സുനന്ദ നിധിയെ അവിടെ വെച്ചാണ് കാണുന്നത്. അവൾ മെല്ലെ നിധിയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, നിധി, ഇന്നലെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു, സുഭാഷേട്ടനോട് അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ നിധിക്ക് അങ്ങ് സഹിച്ചില്ല. അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ സുനന്ദെ എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? വരാൻ പാടില്ലായിരുന്നു, മിണ്ടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അന്നേരം സുനന്ദ പറയുന്നുണ്ട്, അത് പിന്നെ നിധിക്കറിയാമല്ലോ, എനിക്ക് സുഭാഷേട്ടനെ അത്രമാത്രം ജീവനാണ്. സുഭാഷേട്ടൻ ഇല്ലാതെ എനിക്കൊരു ജീവിതവും ഉണ്ടാവില്ല. എൻ്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. ഇനിയിപ്പോൾ അടുത്തത് നിശ്ചയവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് നല്ല പേടിയുണ്ട് നിധി എന്ന് അവൾ പരിതപിച്ചു പറഞ്ഞു. നിധി പറയുന്നുണ്ട്, ഇപ്പോഴും ഇങ്ങനെ നീ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നീ ഉറച്ച തീരുമാനമെടുക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നും ഇതേ ഗതി തന്നെയായിരിക്കും നിനക്കുണ്ടാവുള്ളൂ എന്നൊക്കെ പറയാണ് നിധി. നിനക്ക് വീട്ടുകാരെ വേണോ അതോ സുഭാഷേട്ടനെ വേണോ എന്ന കാര്യത്തിൽ നിനക്കൊരു വ്യക്തത വേണം. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. എൻ്റെ കാര്യം തന്നെ നോക്ക്. എനിക്കിഷ്ടമില്ലാത്ത വിവാഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് സുധീഷിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നത്. നമുക്കിഷ്ടമില്ലാത്ത വിവാഹമാണെങ്കിൽ അത് വേണ്ടെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അത് വീട്ടുകാരുടെ മുന്നിലാണെങ്കിലും ശരി. സുഭാഷേട്ടൻ എന്താ ഒരു കുറവ്? വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ടല്ലേ ഇതൊക്കെ? നിനക്കറിയാവുന്നതല്ലേ സുഭാഷേട്ടൻ എത്ര പാവമാണ് എന്ന്. അയാൾ നിന്നെ നന്നായി നോക്കുമെന്ന് നിനക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ അയാൾ നിന്നെ പൊന്നുപോലെ നോക്കും. അതിലൊരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് നിധി. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എനിക്കതൊക്കെ അറിയാം നിധി, പക്ഷേ എൻ്റെ വീട്ടുകാർ എൻ്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. എനിക്കറിയില്ല നിധി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഒരു പക്ഷേ ഈ വിവാഹം നടന്നാൽ എൻ്റെ ജീവിതം ഒരിക്കലും നേരെയാവില്ല. നിധി ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഭാഷേട്ടനെയല്ലേ ഇഷ്ടം? എന്നിട്ട് ആ ഇഷ്ടം ഉള്ളിൽ വെച്ചുകൊണ്ട് നിനക്ക് മറ്റൊരാളുടെ കൂടെ പോയി ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അത് അയാളെ ചതിക്കുന്നതിന് തുല്യമല്ലേ? സത്യങ്ങൾ എന്നറിഞ്ഞാലും നിന്റെ ജീവിതം നശിക്കില്ലേ? നിനക്ക് അയാളോട് വിശ്വസ്തത കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നിധി. അങ്ങനെ നിന്റെ ജീവിതം പാഴായി പോവത്തേയുള്ളൂ. അതിനേക്കാൾ നല്ലത് നീ നല്ലൊരു തീരുമാനമെടുക്കുന്നതാണ്. സുഭാഷേട്ടനെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അത് തുറന്നു പറ. നിധി, എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹമെന്ന് സുനന്ദ തുറന്നു പറഞ്ഞു. എങ്കിൽ ഇനി ഒന്നും നോക്കണ്ട സുനന്ദ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് നിധി പറയാണ്. വിവാഹം എന്ന് കേട്ടതോടുകൂടി തന്നെ സുനന്ദ ആകെ ഞെട്ടിപ്പോയി. അവൾ നിധി ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ സുനന്ദ, വിവാഹകാര്യം കേട്ടപ്പോൾ നീ ഇത്രമാത്രം അത്ഭുതമെന്ന് ചോദിക്കാണ് നിധി. അവൾ പറയുന്നുണ്ട്, ഞാനും സുഭാഷേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കുമോ? എന്തുകൊണ്ട് നടന്നൂതാ? നിധി തിരിച്ചു ചോദിച്ചു. അല്ല, അതെങ്ങനെയാ നടക്കുന്നത്? വീട്ടിലെല്ലാം ഉറപ്പിച്ചു. സുഭാഷേട്ടനാണെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ പേടിയാണ്. ഒരു പക്ഷേ എന്നെ അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ആരെയും വേദനിപ്പിക്കണ്ട എന്ന് പുള്ളി വിചാരിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ നിധി പറയുന്നത്, അതൊക്കെ ശരി തന്നെ, പക്ഷേ സുഭാഷേട്ടനെ നിനക്ക് കിട്ടണമെങ്കിൽ അല്പം റിസ്ക് എടുത്തേ മതിയാവൂ. സുനന്ദ പറയുന്നുണ്ട്, നിധി, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാൽ മതി, ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറയും. നിധി ഉടനെ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഒരു ഐഡിയ ഉണ്ട്. നീ ക്ഷേത്രത്തിലേക്ക് വന്നത് വീട്ടുകാർ കണ്ടതല്ലേ? അരമണിക്കൂർ കൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞതല്ലേ പോകുന്നത്? സമയം വൈകിയ അമ്മ സംശയിക്കും. അതുകൊണ്ട് നീ ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ. ഇപ്പോൾ 8 മണിയല്ലേ ആയിട്ടുള്ളൂ. ഒരു 10 മണിയാകുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് തിരികെ വരുമോ? വീട്ടിൽ ആ സമയത്ത് ആരെങ്കിലും കാണുമോ എന്നൊക്കെ ചോദിക്കൂ. എല്ലാവരും കല്യാണാവശ്യത്തിനായി പുറത്തേക്ക് പോകുമെന്നും വീട്ടിൽ അച്ചമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവൾ പറഞ്ഞു. എന്നാൽ ആ സമയം നോക്കി നീ നേരെ ഇങ്ങോട്ടേക്ക് വാ. 10 മണിയാകുമ്പോഴേക്കും ഞാൻ സുഭാഷേട്ടനെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് പറയാണ് നിധി. എന്ത്, ഇന്ന് തന്നെയോ എന്ന് അവൾ ചോദിച്ചപ്പോൾ പറ്റുമോ ഇല്ലയോ എന്ന് നിധി കടുപ്പിച്ചങ്ങ് ചോദിച്ചു. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം സുനന്ദ പറയുന്നുണ്ട്, ശരി, ഞാൻ വരാമെന്ന് പറയും. ദേ, വാക്ക് മാറരുത് കേട്ടോ. നിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ സുഭാഷേട്ടനെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പോകുന്നത് എന്ന് നിധി ഓർമ്മിപ്പിച്ചു. ഇല്ല, ഞാൻ മാറില്ല. എനിക്ക് സുഭാഷേട്ടനെ വേണമെന്നും ഉറപ്പിച്ചു പറഞ്ഞു കൊടുത്തിനെ സുനന്ദ നേരെ വീട്ടിലേക്ക് തിരിച്ചു.
പിന്നീട് നിധി വീട്ടിലേക്കെത്തി സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടൊക്കെ ഈ ഒരു പ്ലാനിനെ കുറിച്ച് സംസാരിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന്. സുധീഷ് പറയുന്നുണ്ട് സുനന്ദയോ അവൾ ഒരിക്കലും ഇതിനൊന്നും ഇറങ്ങി വരില്ല. അവൾ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്ന് എനിക്കൊട്ടും തോന്നുന്നില്ല. പക്ഷേ നിധി ഉറപ്പിച്ചു പറഞ്ഞു അവൾ വരുമെന്ന് എനിക്ക് വാക്ക് തന്നതാ. നികേഷ് പറയുന്നുണ്ട് ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന്. സുഭാഷേട്ടൻ ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോരാത്തതിന് അവളുടെ വീട്ടിലറിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. എന്തിനാ വെറുതെ ഇങ്ങനെ ആപത്ത് വിളിച്ചുകൊണ്ട് വരുത്തുന്നത്? ഹരീഷും അതിനോട് തന്നെ യോജിച്ചു. അന്നേരം നിധി പറയുന്നുണ്ട് സുഭാഷേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയെങ്കിലും ഒന്ന് ചെയ്തൂടെ? പാവം അയാൾക്ക് നല്ലൊരു ജീവിതം കിട്ടേണ്ടേ? എത്ര പെണ്ണിനെ നമ്മൾ പോയി കണ്ടു, ഒന്നെങ്കിലും ഒത്തുവന്നോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് സുനന്ദയുടെ കാര്യവും. വേറൊരു വിവാഹം നടന്നാലും അവൾ ഒരിക്കലും സന്തോഷവതിയാവില്ല. നമുക്കൊരു തവണയെങ്കിലും ശ്രമിച്ചു നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അവൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഒടുവിൽ കുറേ അധികം നിർബന്ധിച്ചപ്പോൾ അവരെല്ലാവരും സമ്മതിച്ചു. ഹരീഷ് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പുകിലുണ്ടാവുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം, ഒന്നും സംഭവിക്കില്ല എന്ന് നിധി ആശ്വസിപ്പിച്ചു. ഇനി അടുത്ത വലിയ പണി സുഭാഷേട്ടനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കുക എന്നായിരുന്നു. സുഭാഷേട്ടനാണെങ്കിൽ ഈ ഒരു കാര്യമൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിധി സുധീഷിനോട് പറയുന്നുണ്ട് സുധീഷ് നീ ഒരു കാര്യം ചെയ്യേ, നേരെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കല്യാണൊരുക്കങ്ങളൊക്കെ ഇത് ചെയ്യേ. അന്നേരം ഞങ്ങൾ സുഭാഷേട്ടനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നോളാമെന്ന് പറയും. പോകുന്ന വഴിക്കെന്നെ സുധീഷ് ഒരു കാര്യം കൂടി പറഞ്ഞു, സുനന്ദയോട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയണം കേട്ടോ എന്ന്. അല്ലെങ്കിൽ നിധി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമല്ലാത്ത അവസ്ഥയായി വരുമെന്നും പറയും. നിധി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്. അങ്ങനെ സുധീഷ് അവിടെ നിന്നും പോയി. ആ സമയത്തിന് നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. നിധി കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ സുഭാഷ് ആകെ അന്തം വിട്ടുപോയി. സുഭാഷേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നിധി നീ എന്തൊക്കെയായി പറയുന്നത്? സുഭാഷേട്ടൻ ഇതിന് സമ്മതിക്കണം. കാരണം സുനന്ദയുടെ വേറെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തന്നെ തകർന്നു പോകും. അന്നേരം സുഭാഷേട്ടൻ പറയുന്നുണ്ട് ഞാനും സുനന്ദയും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കിയേ, അതൊരിക്കലും സമാധാനമായിട്ടുള്ള ജീവിതമാവില്ല. അവളുടെ വീട്ടുകാർ വെറുതെ ഇരിക്കോ? ഇത്രയും പ്രതീക്ഷയോടെ വളർത്തിയ മകൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഒരച്ഛനമ്മമാർക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ സുഭാഷ് വല്ലാതെ വേവലാതിപ്പെട്ടു. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ജീവിക്കാനൊന്നും പറ്റില്ല. സുനന്ദയുടെ ജീവിതം മാത്രം ഓർത്താൽ മതിയെന്നും പറഞ്ഞു. ഇപ്പം തൽക്കാലം സുഭാഷേട്ടൻ സുനന്ദയുടെ ജീവിതം മാത്രം ഓർത്താൽ മതിയെന്നും പറഞ്ഞു. സുഭാഷിന് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ സുഭാഷാണെങ്കിൽ ആകെ കുഴങ്ങി നിൽക്കുകയാണ്. ഒടുവിൽ നിധിയും ഹരീഷും നികേഷും എല്ലാവരും കൂടി വട്ടമിട്ട് പറഞ്ഞ് അവനെ കൊണ്ട് വല്ലാതങ്ങ് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അങ്ങനെ സുനന്ദയെ വിവാഹം കഴിക്കാൻ അവൻ അങ്ങ് ഒരുങ്ങി നിൽക്കുകയാണ്. നിധി ഒരുക്കിയ ആ വലിയ കെണിൽ സുഭാഷേട്ടൻ ഒടുവിൽ വീണ് കഴിഞ്ഞു. ഇനി എല്ലാം പെട്ടെന്നായിരുന്നു. ക്ഷേത്രത്തിൽ സുധീഷ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കാത്തു നിൽക്കുകയാണ്. ആ സമയം 10 മണിയാവാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ നിധി തൻ്റെ ഫോണെടുത്ത് സുനന്ദയെ വിളിച്ചു. സുനന്ദ നീ ഇറങ്ങിയോ? സുഭാഷേട്ടൻ അവിടെ സമ്മതിച്ചു. ഞങ്ങളിതാ ക്ഷേത്രത്തിലേക്ക് തിരിക്കുകയാണ്. അപ്പുറത്ത് സുനന്ദയുടെ കിതപ്പ് നിധി ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. നിധി ഞാൻ പുറകിലെ വാതിലിലൂടെ ഇറങ്ങി വരുന്നുണ്ട്. അച്ചമ്മ നല്ല ഉറക്കാണ്. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സും കുറച്ച് ഡ്രസ്സൊക്കെ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേടിയാവുന്നു നിധി. നീ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് വാ. നിധി അവൾക്ക് ആത്മവിശ്വാസം നൽകി. സുഭാഷിനെ കാറിൽ കയറ്റുമ്പോൾ അയാളുടെ കൈകളെല്ലാം ഇറക്കുന്നുണ്ടായിരുന്നു. ഹരീഷും നികേഷൊക്കെ കൂടെയുണ്ട്. വഴിയിലുടനീളം സുഭാഷ് നിശബ്ദനായിരുന്നു. താൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം അയാളുടെ ഉള്ളിൽ അലതല്ലുന്നുണ്ട്. പക്ഷേ നിധി പറഞ്ഞത് സത്യമാണ്. സുനന്ദയെ മറ്റൊരു ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത് അവളെ കൊല്ലുന്നതിന് തുല്യമാണ്. അവർ ക്ഷേത്രത്തിന്റെ പടിക്കലെത്തിയപ്പോൾ ദൂരെ നിന്നും ഓടിവരുന്ന സുനന്ദയെ കണ്ടു. വിയർത്ത് കുളിച്ച് പേടിയോടുകൂടി തന്നെ ചുറ്റും നോക്കി വരുന്ന അവളെ കണ്ടപ്പോൾ സുഭാഷിന്റെ ഉള്ളിലെ സ്നേഹം സങ്കടമായി മാറി. അവൻ കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും മിണ്ടാതെ അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തിരികൾ തെളിഞ്ഞു കഴിഞ്ഞു. സുധീഷ് ഒരു പൂമാലയായി ഓടി വന്നു. വേഗം വേഗം, സമയം കളയണ്ട, ആരെങ്കിലും കാണുന്നതിന് മുൻപ് ചടങ്ങുകളെല്ലാം തീർക്കണം. സുഭാഷും സുനന്ദയും ശ്രീകോവിലിന് മുന്നിൽ നിന്നു. തുളസിമാലകൾ പരസ്പരം ചാർത്തുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി ചാർത്തിയപ്പോൾ തൻ്റെ ജീവിതം ഇനി സുരക്ഷിതമാണെന്നുള്ള ബോധ്യം അവരുടെ മുഖത്ത് മിന്നിമാഞ്ഞു. നിധി നിറ കണ്ണുകളോടുകൂടെ തന്നെ ആ ഒരു കാഴ്ച നോക്കി നിന്നു. ഒരു വലിയ ദൗത്യം പൂർത്തിയാക്കിയതിൻ്റെ സംതൃപ്തി അവളുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ സന്തോഷം അധിക നേരമൊന്നും നീണ്ടു നിന്നില്ല. പെട്ടെന്നാണ് ക്ഷേത്ര പരിസരത്തേക്ക് 2 കാറുകൾ പാഞ്ഞു വന്നത്. സുനന്ദയുടെ അച്ഛനും കൂട്ടുകാരും ആയിരിക്കും. സുനന്ദയുടെ അച്ഛൻ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് ഒരു വലിയ വടിയുമായിട്ടാണ്. എവിടെയാടോ എൻ്റെ മകൾ? അവളെ തട്ടിക്കൊണ്ടുവരാൻ മാത്രം വളർന്നോ നീയെ? അയാൾ അലറി വിളിച്ചു. സുഭാഷ് സുനന്ദയെ തൻ്റെ പുറകിലേക്ക് ചേർത്ത് നിർത്തി. നിധി മുന്നോട്ട് ചെന്നു. ഇത് തട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ല. നിങ്ങൾക്കിനി അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ നിയമപരമായി തന്നെ വിവാഹിതരായി. ഇനി അവർ സുഭാഷേട്ടൻ്റെ ഭാര്യയാണെന്ന് പറയും.
അന്നേരം സുനന്ദയുടെ അച്ഛൻ അങ്ങ് കലിതുള്ളി സുഭാഷിന് നേരെ അങ്ങ് അടുത്തു. പക്ഷേ ഹരീഷും നികേഷും തടസ്സമായി നിന്നു. ഇനി ഇതിൻ്റെ പേരിൽ ബഹളമുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവർ ഒന്നിച്ചു തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. സുധീഷ് നുണ കലർത്തി പറഞ്ഞു. തൻ്റെ മകൾ താലി ചാർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ്റെ നിയന്ത്രണം അങ്ങ് വിട്ടു. ഇനി നീ എൻ്റെ മകളല്ല, മരിച്ചു എന്ന് ഞാൻ അങ്ങ് കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞ് സുനന്ദയുടെ അച്ഛൻ കുറേയധികം ദേഷ്യപ്പെട്ടു. ഈ പടി കടന്ന് നീ എങ്ങാനും എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങ് വെട്ടിക്കൊല്ലുമെന്ന് ശപിച്ചുകൊണ്ട് തന്നെ അയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോയി. ആ വാക്കുകൾ സുനന്ദയെ തളർത്തിയെങ്കിലും സുഭാഷേട്ടൻ്റെ കൈകൾ അവൾക്ക് വലിയ കരുത്തായിരുന്നു. നിധി അവളെ ചേർത്ത് പിടിച്ചു. ഇനി പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. കല്ലും മുള്ളും നിറഞ്ഞ പാതകളായിരിക്കും. സ്നേഹമുള്ളവർ കൂടെ ഉണ്ടാവുന്ന ധൈര്യത്തിൽ അവർ ആ ഒരു ക്ഷേത്രപ്പടികൾ ഇറങ്ങി. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കട്ടെ സുഭാഷേട്ടനും സുനന്ദയും ഒന്നിക്കുന്നത്. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.